അസ്സലാമലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. സ്പെഷ്യൽ വ്ളോഗ് എന്ന് പറയാനുള്ള റീസൺ ഇന്ന് എൻ്റെ ഫാമിലി വീട്ടിലേക്ക് വരാണ്. എൻ്റെ ഉമ്മച്ചിയും എൻ്റെ മൂത്തും എൻ്റെ കസിൻ മൂത്തുൻ്റെ മോളാണ്. മോൾക്ക് കുട്ടിയൊക്കെ ഉണ്ട്, പക്ഷെ അവരില്ല, കസിൻ മാത്രമേ വരുന്നത്. പിന്നെ എൻ്റെ ഇത്താത്തയും എൻ്റെ ഇത്താത്തയുടെ കുട്ടിയും വരുന്നുണ്ട്. ഇത്താത്തയും കുട്ടിയൊക്കെ ഇവിടെ ഓൾറെഡി 2-3 പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഇവരുടെ കൂടെ വരുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഇവരെന്നെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, അപ്പോൾ ഇവരുടെ കൂടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഇന്ന് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, ബിക്കോസ് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നില്ല വീട്ടിൽ, പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങുന്നത്. ഞാനിവിടെ ഉണ്ടാക്കുക എന്നൊക്കെ കുറേ പ്ലാൻ ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് അനീസ് പറഞ്ഞു, വെറുതെ റിസ്ക് എടുക്കണ്ട, നമുക്ക് പുറത്തുനിന്ന് വാങ്ങാമെന്ന്. കാരണം ഞാൻ ഇത്ര ക്വാണ്ടിറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. കുറേ ക്വാണ്ടിറ്റി ഇപ്പോൾ ഇത് കുറച്ച് പേരുള്ളൂ, എന്നാലും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു വൃത്തിക്ക് ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിച്ചത് ഫുഡൊക്കെ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വെള്ളയപ്പവും മുട്ടക്കറിയും ബീഫ് കറിയാണ്. ബീഫ് കറി ഓൾറെഡി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുട്ടക്കറി ഉണ്ടാക്കണം, അപ്പം ഉണ്ടാക്കണം. സൈഗുന് ഓൾറെഡി ഞാൻ അപ്പം ഉണ്ടാക്കി രാവിലെ കൊടുത്തു. ഇനി കുറച്ചും കൂടി ഉണ്ടാക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ഫ്ലോപ്പായി പോയി. പക്ഷെ ഡ്രസ്സും ഓർഡർ ചെയ്തത് മീൻസ് ഡ്രസ്സ് ഫ്ലോപ്പ് ഒന്നല്ല. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ സൈഗോന് ഷൂ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈഗോന് കറക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഷൂ ആണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. പിന്നെ സൈഗോന് മീഷോന്ന് ഡ്രസ്സ് ഓർഡർ ചെയ്തത് ഞാൻ ഒരു 3 ഡ്രസ്സ് ഓർഡർ ചെയ്തു. പക്ഷേ ഞാൻ ഓവർ സൈസ്ഡായിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സൈഗോന് 3 to 3.5 ഇയർ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. സൈഗോന് 2.5 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ഓവർ സൈസ്ഡായിട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് ഓവർ സൈസ് ഓർഡർ ചെയ്തു. പക്ഷെ അതൊരു ഫ്ലോപ്പായി പോയി. ഡ്രസ്സ് നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയിലാണ് ഡ്രസ്സ് വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് എനിക്കത് സൈഗോന് ഇടിപ്പിക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ റിട്ടേൺ അയച്ചിട്ട് ഞാൻ വേറെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. കാണിച്ചു തന്നിട്ട് ബാ, ഇതാണ് കേട്ടോ സൈഗോന് ഓർഡർ ചെയ്ത സാധനങ്ങൾ. ഞാനത് കാണിച്ചു തരാം, എങ്ങനെയാണ് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഡ്രസ്സ് നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്, പക്ഷെ അത് ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് എനിക്കത് സൈഗോന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്കൊരു കോള് വന്നിട്ടോ, അതാണ് കട്ടാക്കി. അപ്പം ഇതാണ്, നല്ല ക്വാളിറ്റി ഉണ്ട്. പക്ഷെ എനിക്ക് ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് എനിക്ക് സൈഗോന് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അതാണ് ഒരു വിഷമം. നെക്സ്റ്റ് വന്നത് ഇതാണ് കേട്ടോ. സെയിം സാധനം തന്നെയാണ് വന്നിരിക്കുന്നത്, ഒരു മാറ്റമൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുന്നത് എനിക്ക് കോള് വരുന്നത് കൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് വന്നത് ഇതാണ്. നല്ല തുണിയുമാണ് വന്നേക്കണേ കേട്ടോ. ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കട്ടിയുള്ള ജീൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതെന്തായാലും ഞാൻ സെയിം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഓർഡർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന ഷൂ ഇതാണ് കേട്ടോ. ഫ്ലിപ്കാർട്ട് ഇതിന്റെ ഒരു കഥയുണ്ട്. ഇത് ഇന്ന സെയിം ഓൾറെഡി സൈഗോന് ഉണ്ടായിരുന്നു, സെയിം തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷെ അത് ഞങ്ങൾ അനീസിന്റെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് നൈറ്റ് സൈഗോ ഉറങ്ങിയിരുന്നു. അപ്പൊ സൈഗോന്റെ കാലുമ്പോൾ ഷൂ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ സൈഡിലുള്ള ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഒരാള് വരുന്നുണ്ടായിരുന്നു ബൈക്കിൽ നിന്ന്. അപ്പൊ അവള് പറയുന്നുണ്ട് ഷൂ പോയി എന്നാ പറയുന്നേ. പക്ഷെ നമ്മുടെ ബൈക്കിന്റെ സൈഡിൽ കവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കവറ് ചിലപ്പോ എന്തെങ്കിലും പറ്റുമെന്ന് എന്താ ആണ് പറയണേന്ന് വിചാരിച്ചിട്ട് കവർ മാത്രം ഒന്ന് നീക്കി വെച്ചിട്ട് ബാക്കി നമ്മൾ പോയി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് അറിയുന്നേ സൈഗോന്റെ ഷൂ ആണ് അയാള് പോയി എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്കത് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങോട്ട് ആ വഴിക്ക് പോയപ്പോ ഞാൻ ഫുള്ള് നോക്കിയിരുന്നു ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ, ആ ഭാഗം എത്തിയപ്പോ ഷൂ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോന്ന്. പക്ഷെ ആ സെയിം ഷൂ എന്നോട് ഒരു മാറ്റവും ഇല്ല. അത് തന്നെയാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതിന് 382 രൂപയാണ് ഈ ഷൂവിന്. പക്ഷെ ഇതിന് ആ വില അഫോർഡബിൾ ആണ്, കാരണം നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ ആണെങ്കിൽ പെരും പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഷൂസ്. നല്ല രസമുള്ള നല്ല ക്യൂട്ട് ഷൂ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് പർച്ചേസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതൊക്കെ റിട്ടേൺ അയക്കുന്നില്ല, ഇതെനിക്ക് വേണം.
ഇതൊക്കെ റിട്ടേൺ അയക്കാൻ വെച്ചിരിക്കാം കേട്ടോ. ഇത് റിട്ടേൺ അയച്ചിട്ട് വേണം എനിക്ക് നെക്സ്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ എന്താ ഓവർ സൈസ് ഓർഡർ ചെയ്തത്. എനിക്ക് പണി കിട്ടിപ്പോയി. ഞാൻ ഇനി കറക്റ്റ് സൈസ് ഡ്രസ്സാണ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അവരിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, പാലക്കാട് എത്തിയിട്ടാണ് അവരെന്നെ വിളിച്ചത്. ഇനി ഇവിടേക്ക് ഒരു അരമണിക്കൂറൊക്കെ ഉള്ളൂ ഇങ്ങോട്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ പണികളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഞാനിതൊന്ന് സെറ്റ് ചെയ്തിട്ട് വെക്കട്ടെ. ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും. ഞാൻ റിട്ടേൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡെലിവറി ബോയ് ചിലപ്പോൾ ഇന്ന് വരുമായിരിക്കും. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. വെള്ളയപ്പാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി ഞാൻ വെള്ളയപ്പം കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് സൈബൂന് ഞാൻ കൊടുത്തു, പക്ഷെ ഇത്രയും പോരാ, കുറച്ചും കൂടി ഉണ്ടാക്കണം. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അല്ല അപ്പം ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് മുട്ടക്കറി ഉണ്ടാക്കണം. ബീഫ് കറി ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പം അതുണ്ട്. അപ്പം നമുക്ക് വെള്ളയപ്പം ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പം ഉണ്ടാക്കാം. എനിക്ക് വെള്ളയപ്പച്ചട്ടി ഇല്ല കേട്ടോ, വെള്ളയപ്പച്ചട്ടി ഇല്ല. പക്ഷെ ഞാൻ ഇതിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. വെള്ളയപ്പച്ചട്ടി ഇല്ലെങ്കിലും ഇതിൽ സെയിം തന്നെയായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അടുക്കൊരു കട്ടി ഉണ്ടാവില്ലേ, അത് ഇതിൽ വരില്ല കേട്ടോ. പക്ഷെ ആ കട്ടി പൊളി ടേസ്റ്റ് ആയിരിക്കും. അതാണ് ആ അപ്പച്ചട്ടീൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ ഞാൻ വെള്ളയപ്പച്ചട്ടി വാങ്ങണം, ഓർഡർ ചെയ്യണം. ഞാൻ ഇതിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ അപ്പം ചുടുമ്പോണ്ടല്ലോ, ഈ വെള്ളയപ്പം ചുടുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളവർക്ക് എല്ലാത്തിലും പോകാൻ. അത് ബിക്കോസ് നമ്മൾ ഇതിൽ ഷുഗർ ഇടുന്നത് കൊണ്ട് ഇതിന് പെട്ടെന്ന് ബ്രൗൺ കളർ ആവും. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ടെങ്കിൽ ഈ അപ്പത്തിൻ്റെ ടേസ്റ്റ് പോകും. എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ ഇത് എടുക്കണം കേട്ടോ. ബ്രൗൺ കളർ ആകുന്നതിന് മുന്നേ ഈ അപ്പം എടുത്തിട്ട് ഇതാക്കണം, അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവൂല. എനിക്കങ്ങനെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതേപോലെ ചെയ്തോട്ടെ. വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ലെങ്കിലും അപ്പം സൂപ്പറാണ് കേട്ടോ. അപ്പം എനിക്കിനി മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ വെള്ളയപ്പം. ഷേപ്പ് ഇങ്ങനെയാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഞാൻ തലേ ദിവസം പച്ചരിയും ഈസ്റ്റും തേങ്ങയൊക്കെ മിക്സാക്കിയിട്ട് ഇന്ന് രാവിലെയാണ് ഞാൻ അരച്ചെടുത്തത്. ഞങ്ങൾ ഇതെടുക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഫേവറേറ്റാണ് ഈ അപ്പം. ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് എഗ്ഗ് കറിയും ബീഫ് കറിയൊക്കെ വെക്കുന്ന ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, ഒരു റെസിപ്പി പോലെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സൈഗു ഒരു കുറുമ്പനായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാൻ തേങ്ങയും ഉള്ളി ഒക്കെ മഞ്ഞപ്പൊടിയല്ല മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് അരച്ചിട്ടാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇൻഷാല്ലാ നെക്സ്റ്റ് എപ്പോഴെങ്കിലും എടുക്കണം. അങ്ങനെ അവർ വന്നു. നമ്മൾ മുട്ടക്കറിയും ബീഫ് കറിയും അപ്പമൊക്കെ ഉണ്ടാക്കിയതൊക്കെ അവർക്ക് കൊടുത്തിട്ടു. അവർക്കൊക്കെ ഇഷ്ടമായി, കറിയൊക്കെ രസമുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറേ നേരം നമ്മൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. സൈഗു ലാമി ഭയങ്കര തല്ലുകൊടുത്ത് വരുന്നു. സൈഗുവിൻ്റെ സാധനങ്ങൾ ലാമി എടുക്കാൻ പാടില്ല, ലാമി എടുക്കണത് സൈഗു എടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഇരുന്നു കേട്ടോ അവിടെ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഓക്കെ ആയി. ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ വന്നിട്ടോ. മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മന്തിക്ക് കൊണ്ടുവന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളുമൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് മണ്ണാർക്കാട് പുതിയൊരു ഷോപ്പ് വന്നതാണ്. ഞാനും അനീസ് ഇടയ്ക്ക് പോകാറുണ്ട്. നല്ല മന്തി കേട്ടോ, നല്ല ടേസ്റ്റാണ് അടുത്ത മന്തിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഫുഡൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. സൈഗു ലാമി നല്ല വിശന്നിരിക്കുകയായിരുന്നു തോന്നുന്നു. കാരണം അവർ ഒറ്റയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അവർ തല്ലു പിടിച്ച് ഫൈറ്റൊക്കെ ചെയ്ത് ടയേർഡായിട്ട് ഇരിക്കുകയായിരുന്നു. ഫുഡൊക്കെ കിട്ടിയപ്പോൾ അവർ ഓക്കെ ആയി. പിന്നെ അവരെല്ലാവരും റെഡിയായി പോകാനായിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും. കാരണം അവർക്ക് അത്രയും ലോങ് പോകുന്നത് കൊണ്ട് അവർ നേരത്തെ ഇറങ്ങി കേട്ടോ. ഇത്താത്തയും അവരുടെ കൂടെ ഇറങ്ങി. നമുക്ക് ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ഓട്ടോക്കാ പോകണേ. അപ്പോൾ ഇത്താത്ത അവരുടെ കൂടെ പോയി. അവർ പോയപ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടല്ലേ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഇവരെ കാണാൻ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ കുഴപ്പമില്ല, നമുക്കിനി വീട്ടിൽ പോകുമല്ലോ പെരുന്നാളൊക്കെ കഴിയുമ്പോൾ എന്നുള്ള ഇതിൽ നിൽക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൊരു വീഡിയോ, ഒരു കുഞ്ഞി വ്ളോഗാണ്. അതാണ് ഞാൻ ഇൻട്രോയിൽ തന്നെ പറഞ്ഞൊരു സ്പെഷ്യൽ വ്ളോഗ് എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.